ഓയിൽ $114 ടച്ച് ചെയ്തു. ആൻഡ് പെട്രോളിന്റെ റേറ്റ് ഓൾ ടൈം ഹൈ ആയേക്കാം. ക്രൂഡ് ഓയിൽ $100 ആയാൽ കൊടുക്കേണ്ട പെട്രോൾ റേറ്റ് ആണ് നമ്മൾ $60 ആയിരുന്നപ്പോൾ പോലും കൊടുത്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 2-3 വർഷമായിട്ടും പ്രൈസ് സ്റ്റേബിൾ ആണ്. ബട്ട് റിമെമ്പർ, $60 പെർ ബാരൽ ആയിട്ട് പോലും വി പെയ്ഡ് എ ലോട്ട് ബ്രോ. വില കുറച്ചില്ലെങ്കിലും കൂട്ടിയില്ലല്ലോ എന്ന് പറയുന്ന ചില പ്രത്യേകതര ജീവികളോട് എനിക്ക് പറയാനുള്ളത്, കണ്ണു തുറന്നൊന്ന് ഫാക്ട്സ് ഒന്ന് നോക്ക്. ശരിയാണ്, വില കൂട്ടിയുമില്ല കുറച്ചുമില്ല. ബട്ട് റിമെമ്പർ, പണ്ട് 107 രൂപയ്ക്ക് 1 ലിറ്റർ പെട്രോൾ തന്നുകൊണ്ടിരുന്നത് ഇപ്പോഴും ആ റേറ്റ് ഒക്കെ തന്നെയാണ്. പക്ഷേ റിമെമ്പർ, ഒരു ചെറിയ മോഡിഫിക്കേഷൻ നടത്തിയിട്ടുണ്ടായി. ആ മോഡിഫിക്കേഷന്റെ പേരാണ് എഥനോൾ ബ്ലെൻഡിംഗ് E20. മനസ്സിലാക്കാൻ ബുദ്ധിയുണ്ടായിട്ട് മനസ്സിലാക്കാത്ത ചില ആൾക്കാർക്ക് വേണ്ടി ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. നമ്മുടെ വീട്ടിൽ പണ്ട് 1 ലിറ്റർ പാലിന് 100 രൂപയാണ് കൊടുത്തോണ്ടിരുന്നത് വെച്ചു. പെട്ടെന്ന് പാലുകാരന് വില കൂട്ടണം, പക്ഷെ കൂട്ടിയാലോ പ്രശ്നമോ. സോ അത് പേടിച്ചിട്ട് പാലുകാരൻ 80% പാലും എടുത്തു, 20% വെള്ളവും ചേർത്തു. അങ്ങനെ 1 ലിറ്റർ ആക്കി 100 രൂപയ്ക്ക് തന്നെ അവൻ വിറ്റുകൊണ്ടിരുന്നു. സോ കുറച്ച് പാലും കൊടുത്ത് കുറച്ച് വെള്ളവും മിക്സ് ആയപ്പോൾ കൂടുതൽ ലാഭം കിട്ടാൻ തുടങ്ങി. നമ്മുടെ കാര്യത്തിൽ ഇവിടെ പാലെന്ന് പറയുന്നത് നമ്മുടെ പെട്രോളും, വെള്ളം എന്ന് പറയുന്നത് വണ്ടിയെ നശിപ്പിക്കുന്ന കരിമ്പിൻ ജ്യൂസായ എഥനോളാണ്. അതൊക്കെ വില കൂട്ടിയാൽ കിട്ടുന്നതിന്റെ ഡബിൾ ക്യാഷ് ആണ് ഇതുവഴി അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. പാലിൽ വെള്ളം ചേർത്താൽ എന്ത് ഗുണമാണ് നമ്മൾക്ക് തരുന്നത്, അതേ ഗുണമാണ് എഥനോൾ നമ്മുടെ വണ്ടിക്കും കൊടുക്കുന്നത്. ദാറ്റ് മീൻസ് നത്തിങ്. ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുമ്പോഴാണ് E20 ടെക്നിക്. അതായത് 1 കൊള്ള ലാഭം, 2 10-15 വർഷം പഴയ വണ്ടികൾ സർക്കാർ നിർത്താൻ നോക്കി. പക്ഷേ പ്രതിഷേധം കാരണം നടന്നില്ല. ഈ 10 വർഷം മുന്നേ ഉള്ള 99% വണ്ടികളും E20 സൂട്ടബിൾ ആണ്. സോ ഓട്ടോമാറ്റിക്കലി E20 പെട്രോൾ വഴി സ്ലോലി പഴയ വണ്ടികൾ നശിക്കും. ഓൾറെഡി ഈ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ പല വണ്ടികളും നശിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ ഉള്ളിൽ സ്ലോ പോയിസൺ പോയാൽ എന്താണ് സംഭവിക്കുന്നത്, അത് തന്നെയാണ് E20 പെട്രോൾ പഴയ വണ്ടികളുടെ ഉള്ളിൽ പോയാലും സംഭവിക്കുന്നത്. ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ US പ്രശ്നം കാരണം ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് ഇൻക്രീസ് ആയി 114 ടച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 200 വരെ ടച്ച് ചെയ്തേക്കാമെന്ന് ഇറാൻ US-നോട് പറയും ചെയ്തിട്ടുണ്ടായി. സോ ഇമാജിൻ $60 ആയിരുന്നപ്പോൾ $100 പ്രൈസിൽ പെട്രോൾ തന്നുകൊണ്ടിരുന്നു. അപ്പോൾ $120 ആയി കഴിഞ്ഞാൽ എത്ര അധികം കൂട്ടുമെന്ന് ആലോചിച്ച് നോക്കിയാൽ ഇന്ന് തന്നെ LPG-യുടെ ക്യാഷ് ഒരുപാട് കൂടണ്ടായി. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഉറപ്പായിട്ട് പെട്രോളിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഓൾ ടൈം ഹൈ ആയിരിക്കും. ഈ വില കൂട്ടുന്നവർക്കൊന്നും വലിയ പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല. പക്ഷെ നമ്മളെപ്പോലത്തെ സാധാരണ ആൾക്കാർക്കാണ് ഇത് ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു അവസ്ഥയ്ക്ക് ആരെയാണ് കുറ്റം പറയേണ്ടതെന്ന് അറിയില്ല. എന്തായാലും E20 കോൺസെപ്റ്റ് കൊണ്ടുവന്ന മന്ത്രിക്കും മന്ത്രിയുടെ മക്കൾക്കും മന്ത്രിയുടെ പാർട്ടിക്കും തന്നെയാണ് ലോട്ടറി അടിച്ചത്.